ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ നിറഞ്ഞ കുടുംബാംഗങ്ങളെ, ചൗടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ യൂത്ത് വിങ്ങിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി അതിന് മാത്രം വലിയൊരു പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും 2012 തുടങ്ങി വെച്ച ഈ പ്രവർത്തനം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായും തുടർച്ചയായി ഈ നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ച അന്ന് മുതൽ ഇന്നേ വരെ അതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ മാഷ കൂടെ എന്നും നല്ല പിന്തുണയോടുകൂടി തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ആദരവ് നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പല സമയത്തും പല കൂടിയാലോചനകൾക്കും വേണ്ടി മാഷ് വിളിക്കുമ്പോൾ അവിടെയൊക്കെ അങ്ങ് ഒഴിവുണ്ടാകുമോ, ഇന്ന ദിവസം നമ്മളൊരു മീറ്റിംഗ് വെച്ചാലോ, നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ നിരവധി മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. നമ്മൾ ഓരോ കാരണം പറഞ്ഞ് തിരക്കുണ്ടാവും, മനുഷ്യന് സഹജമാണ്. തിരക്കുണ്ടാവുമ്പോൾ നമ്മൾ ആ തിരക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ അതിന് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. എല്ലാവരെയും ഒരുമിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവുണ്ടാകുമ്പോൾ വേറെ ആൾക്ക് ഒഴിവില്ലാത്തൊരു സാഹചര്യം വരും. അപ്പം ഞാൻ മാഷോട് പറയും, എൻ്റെത് കണക്കാക്കണ്ട, മറ്റുള്ളവരോട് അന്വേഷിച്ചു നോക്കി ഞാനെങ്ങനെയും ഒഴിവുണ്ടാക്കി വരാം. ആ രൂപത്തിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പാണ്ടിക്കാട് ഭാഗത്ത് നിന്ന് കണ്ണമംഗലം, ഇരിങ്ങല്ലൂർ, കുഴിപ്പുറം ഭാഗത്തേക്ക് അവിടുന്ന് കൊണ്ടുവരാൻ സാധിക്കുന്ന ആളെ കൂട്ടി വരികയും നമ്മളുടെ കുടുംബ അസോസിയേഷൻ്റെ മിക്കവാറും യോഗങ്ങളൊക്കെ നടത്തുകയും അതിൻ്റെ കൂടിയാലോചനയൊക്കെ നടത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തതാണ്. ഏതായാലും കൂടുതൽ പ്രസംഗിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റ് എന്ന് മുജീബോടെ വന്നപ്പോൾ തന്നെ പറഞ്ഞു. കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ, ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങൾ നമുക്കൊരു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരു കൂടിയാലോചന കേന്ദ്രം, വിശ്രമ കേന്ദ്രം പോലെയുള്ളത് സ്ഥാപിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ ആയ കുട്ടികൾക്ക് ഭാവിയിൽ നമ്മുടെ കുടുംബത്തിലും നല്ല നല്ല IAS ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ തിളങ്ങുന്നവർ, മന്ത്രിമാർ, MLA മാർ, അങ്ങനെ അതാത് മേഖലയുള്ളവരെ അതിൻ്റെ കഴിവ് കണ്ടെത്തി നല്ല നല്ല അവരുടെ കഴിവുകളൊക്കെ കണ്ടെത്തി അതിനുവേണ്ട പ്രോത്സാഹനങ്ങൾ ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഉപരിയായി നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനും നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്കും വേണ്ടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും, എന്ത് പരിപാടികൾ പറഞ്ഞാലും അതിലൊക്കെ പങ്കെടുക്കുകയും, അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ക്ഷണിക്കുമ്പോൾ നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയും അതോട് പ്രയത്നത്തോടു കൂടി നിങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഇല്ല എന്നല്ല പറയുന്നത്, അതിലൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി ഇനിയും പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ടും, ഇത്തരത്തിലുള്ളൊരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെയൊരു അനുമോദനം, ആദരവ് നൽകിയ നമ്മുടെ ചൗടിക്കുന്നൻ ഫാമിലി അസോസിയേഷൻ യൂത്ത് വിങ്ങിനെ ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പ്രായം ചെന്ന 2 കാരണവന്മാരെ കൂടി നമ്മൾ ആദരിക്കുകയാണ്. മമ്പാട്ട് സ്വദേശിയായ നമ്മുടെ കാരണവർ കുഞ്ഞവറാൻകുട്ടി സാഹിബിനെയും അതുപോലെ നമ്മുടെ പാണ്ടിക്കാടുള്ള കുഞ്ഞു ഹാജി എന്നിവരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുന്നു.